2025 ഫെബ്രുവരി 18-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും ന്യൂഡൽഹിയിൽ ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. അടുത്ത 5 വർഷത്തിനുള്ളിൽ $28 ബില്യൺ വ്യാപാരം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉഭയകക്ഷി ബന്ധങ്ങൾ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ഇരു നേതാക്കളും അവരുടെ ചർച്ചകളിൽ സമ്മതിച്ചു. ഊർജം, അടിസ്ഥാന സൗകര്യം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാനും ഖത്തർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കുള്ള പരസ്പര പ്രതിബദ്ധതയ്ക്കും അടിവരയിടുന്നു. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്തെ ആശാപ്രവർത്തകർക്ക് 2 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകാൻ സർക്കാർ ഒടുവിൽ അനുമതി നൽകി. ഇത് സംബന്ധിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. ഇതിനായി 52.85 കോടി രൂപ വകയിരുത്തി. ഇത് നാളെ മുതൽ വിതരണം ചെയ്യും. അതേസമയം 3 മാസത്തെ ഇൻസെന്റീവ് ഇപ്പോഴും കുടിശ്ശികയാണ്. ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 9 ദിവസമായി ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. പ്രസിഡന്റുമാരായ ട്രംപും പുടിനും തമ്മിലുള്ള ആഹ്വാനത്തെ തുടർന്ന് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസും റഷ്യയും സൗദി അറേബ്യയിലെ റിയാദിൽ ഉന്നതതല സമാധാന ചർച്ചകൾ നടത്തി. എന്നിരുന്നാലും ഉക്രൈനും യൂറോപ്യൻ യൂണിയനും ഒഴിവാക്കപ്പെട്ടു. ഇത് ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുടെയും യൂറോപ്യൻ നേതാക്കളുടെയും ശക്തമായ എതിർപ്പിന് കാരണമായി. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ ട്രംപിന്റെ നേതൃത്വത്തെ പ്രശംസിച്ചുവെങ്കിലും നിഷ്ക്രിയത്വത്തെ യൂറോപ്പിനെ വിമർശിച്ചു. മധ്യസ്ഥനെന്ന നിലയിൽ സൗദി അറേബ്യയുടെ പങ്ക് അതിന്റെ നയതന്ത്ര നില വർദ്ധിപ്പിച്ചു. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഉക്രൈനിന്റെ അഭാവം മൂലം അവരുടെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആം ആദ്മി പാർട്ടി (AAP) നേതാവും ഡൽഹി മുൻ ആരോഗ്യമന്ത്രിയുമായ സത്യേന്ദർ ജെയിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു അനുമതി നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം (MHA) ആവശ്യപ്പെട്ട ഈ അംഗീകാരം 2023 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ BNSS സെക്ഷൻ 218 പ്രകാരം ആവശ്യമായിരുന്നു. ചില പൊതു ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ചെയ്ത കുറ്റങ്ങൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സർക്കാർ മുൻകൂർ അനുമതി നിർബന്ധമാണ്. ഗുജറാത്തിനെതിരായ രഞ്ജി ട്രോഫി സെമിയിൽ കേരളം 2ാം ദിനം അവസാനിപ്പിച്ച് 418/7 എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഈ ശക്തമായ ടോട്ടൽ ഫൈനലിലേക്ക് മുന്നേറാൻ ലക്ഷ്യമിടുന്ന ടീമിന് ഉറച്ച അടിത്തറയൊരുക്കുന്നു. 303 പന്തിൽ 149 റൺസുമായി പുറത്താകാതെ നിൽക്കുന്ന മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ ഗംഭീരമായ ഇന്നിംഗ്സാണ് ഈ ഇന്നിംഗ്സിലെ ശ്രദ്ധേയമായ നിമിഷം. അദ്ദേഹത്തിന്റെ ക്ഷമയും ദൃഢതയും നിശ്ചയദാർഢ്യവും കേരളത്തിന്റെ ഇന്നിംഗ്സ് നങ്കൂരമിടുന്നതിൽ നിർണായകമാണ്. ഉയർന്ന സമ്മർദ്ദമുള്ള സെമിയിൽ ടീമിനെ സ്ഥിരതയോടെ കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കേരളത്തിന്റെ സാധ്യതകൾക്ക് വലിയ ഉത്തേജനമാണ്.